പൂക്കളെ പേടിയുള്ള ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അതൊരു ടൈപ്പ് ഫോബിയ ആണെന്ന് എത്ര പേർക്ക് അറിയാം? അന്തോഫോബിയ എന്ന് പറഞ്ഞ ഫോബിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതേമാതിരി മോണോഫോബിയ, ഒറ്റയ്ക്കിരിക്കാൻ പേടിയുള്ളവരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതേമാതിരി ഉറക്കെ സംസാരിക്കാൻ പേടിയുള്ളവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഫോണോഫോബിയ എന്ന് പറഞ്ഞ അവസ്ഥ. ഞാൻ ഡോക്ടർ ബിജു വർഗീസ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, മൈൻഡ് ക്യൂർ സൈക്കോളജിക്കൽ കെയർ സെന്റർ, അങ്കമാലി. നമ്മളിപ്പോൾ പറയുന്നത് എക്സസീവ് ആയ ഫിയറിനെ കുറിച്ചാണ്. അതായത് യാതൊരു തെളിവുകളും ഇല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് ഭയക്കുന്ന ഒരവസ്ഥ. ഇതിനെയാണ് ഫോബിയ എന്ന് പറയുന്നത്. പല തലത്തിലുള്ള ഫോബിയ ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ടാവും അഖോറോഫോബിയ, അതായത് നമ്മൾ ഓപ്പൺ ആയിട്ടും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയെ പേടിക്കുന്ന ആൾക്കാരുണ്ട്. ഹൈറ്റിനെ പേടിയായിരിക്കുന്ന അവസ്ഥ, താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് പേടി. നമ്മുടെ കുട്ടിക്കാലത്തോ എപ്പോഴെങ്കിലും നമ്മളൊരു വസ്തു കണ്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യം കണ്ട് നമ്മൾ അറിയാതെ ഓർമ്മയെ പോലും കാണില്ല, ഭയന്നിട്ടുണ്ടായി. പിന്നെ എത്ര വളർന്നു വലുതായാലും ഈ പേടി അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെ ഒഴിവാക്കാൻ നമ്മളൊരു ബിഹേവിയർ തുടങ്ങി. എന്ത് ബിഹേവിയർ? അവോയ്ഡൻസ് ബിഹേവിയർ. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയ്ക്ക് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് തെറാപ്പികളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ അല്ലെങ്കിൽ എക്സ്പോഷർ തെറാപ്പി. അപ്പോൾ ഏത് പേടിയും നമുക്ക് മാറ്റിയെടുക്കാവുന്നുള്ളൂ. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് പല സെഷനിലൂടെ ഇത് ഓക്കെ ആക്കി എടുക്കാവുന്നുള്ളൂ. നമസ്കാരം.